ആ അമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ ഇവൻ്റെയൊക്കെ ഈ കഥയുണ്ടല്ലോ, കള്ളക്കഥകൾ, അത് അത് ഒക്കെ ഉണ്ടല്ലോ, ആ കണ്ണീരിലുണ്ടല്ലോ അതെല്ലാം കുതിർന്നിട്ട് ഇവനൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അത് പോയിക്കോട്ടെ. ഞാനങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇതിന് അപ്പിയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാനുമായിട്ട് ഒരു വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വനിത അഭിഭാഷകയുണ്ട്. ശ്രീമതി ബീന പിള്ള, മലയാളിയാണ്. പക്ഷെ ബാംഗ്ലൂരിൽ നല്ല ഓഫീസൊക്കെ ഉണ്ട്. കർണാടക ഹൈക്കോടതി ഞാൻ ഒരുപാട് മാറ്റർ അവർക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മിടുക്കിയാണ്. മലയാളികളായിട്ടുള്ള ജൂനിയേഴ്സും ഉണ്ട് കൂടെ. അങ്ങനെയുള്ളവർ ഞാൻ അവിടെ ബാംഗ്ലൂരിലെ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബീന പിള്ളയെ വിളിച്ചു. ബീന പിള്ളയെ വിളിച്ചിട്ട് ഞാനിത് ഏർപ്പാട് ചെയ്തു. അത് സന്തോഷത്തോടു കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർക്ക് ബീനയുടെ നമ്പരും കൊടുത്ത് ബീനയെ കാണണമെന്ന് പറഞ്ഞു.